നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ. അപ്പോഴും ഈ നന്ദി പ്രമേയ പ്രസംഗ അവതരണത്തിലുൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ ആകെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു സാർ. ഗവർണർ ഇന്ന് കേരളത്തിലെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്കാകെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് സാർ. ആ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടണം എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇത് സൂചിപ്പിക്കുമ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിലധികമായി പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ധനപ്രതിസന്ധിയും കോവിഡും പ്രളയവും എല്ലാം നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോഴും സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ കൈവരിച്ചതും ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രദ്ധേയമായ പദ്ധതികൾ സംബന്ധിച്ചും വളരെ വിശദമായിട്ടുള്ള പ്രതിപാദനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. പക്ഷെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ടി സിദ്ദിഖ് ഒരു കാര്യം, കൊടുക്കൽ വാങ്ങലിൻ്റെ കാര്യം പറഞ്ഞു കേട്ടു. അപ്പോൾ ഇന്നലെ ഈ തലസ്ഥാന ജില്ലയിൽ നെയ്യാറ്റിൻകരയിലെ കുളത്തൂര് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. BJPയുടെ 2 വോട്ടുകൾ വാങ്ങിക്കൊണ്ട് കോൺഗ്രസിന്റെ ആളവിടെ പ്രസിഡന്റായി. ആരാണ് സാർ കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ബീഹാറിലെ 10 കോൺഗ്രസ് MLA-മാർ ഇന്ന് BJPയുടെ ചാക്കിലാണ് സാർ. ഇതൊക്കെയല്ലേ സാർ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത്? സംഘപരിവാറുകാരെ കേരളത്തിന്റെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്യുമ്പോൾ അവർ യോഗ്യന്മാരാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു KPCC പ്രസിഡന്റ് കീഴിലല്ലേ സാർ ഇവിടെ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവരാണ് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവർണറും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നുവെന്ന്. ഇത് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് രാവിലെ പ്രതിപക്ഷം ഇവിടെ റബ്ബർ കർഷകരുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. തീർച്ചയായും റബ്ബർ കർഷകർ വലിയ ദുരിതത്തിലാണ്. റബ്ബറിന്റെ വില വർദ്ധിക്കണം, ഇക്കാര്യത്തിലെല്ലാം നമ്മളെല്ലാം ഏകാഭിപ്രായക്കാരാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യം ചർച്ച നടക്കുകയും ആ കാര്യത്തിൽ കഴിയുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാൻ ആഗ്രഹിക്കണം. എന്നാണ് റബ്ബർ കർഷകർ ദുരിതത്തിലേക്ക് പോയത്? ഗാട്ട് ആസിയാൻ കരാറുകളിലൂടെ. ആ കരാറുകൾ ആരാണ് ഒപ്പിട്ടത്? കോൺഗ്രസ് ഭരിച്ച കേന്ദ്ര ഗവൺമെന്റ് അല്ലേ സാർ? 2011 ഇറക്കുമതി ചുങ്കം എടുത്തു കളഞ്ഞത് ആരാണ് സാർ? തുറമുഖ നിയന്ത്രണം എടുത്തു കളഞ്ഞത് ആരാണ് സാർ? 250 രൂപ വരെ വില കിട്ടുന്ന റബ്ബറിന്റെ വില ഇന്നത്തെ നിലയിലേക്ക് കൂപ്പുകുത്തുന്നതിന് കാരണഭൂതരായ ആളുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുതലക്കണ്ണീർ പൊഴിക്കുന്ന രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് സാർ ഇന്നിവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിലുള്ളത്. അവർ ലോങ് മാർച്ച് നടത്തേണ്ടത് ഡൽഹിയിലേക്കാണ് എന്നാണ് എനിക്ക് അതുമായി ബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എങ്കിലും റബ്ബർ കർഷകരുടെ പ്രശ്നത്തിന്റെ ഗൗരവം കണ്ട് സംസ്ഥാന ഗവൺമെന്റ് സാധ്യമായ എല്ലാ നടപടികളും അക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നും വിലസ്ഥിരതാ ഫണ്ട് വർദ്ധിപ്പിക്കേണ്ടത് ന്യായമായ ആവശ്യമാണ് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രയോഗത്തെ അനുകൂലിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.